1734 ജൂലൈ 6 നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഗ്രീൻലാൻഡിന് സമീപത്തുകൂടെ യാത്ര ചെയ്യുകയായിരുന്നു ഹാൻസ് ഇറ്റ് എന്ന ഡാനിഷ് ക്രിസ്ത്യൻ മിഷണറി. മഴയുള്ള രാത്രി മിന്നലിന്റെ വെളിച്ചത്തിൽ ഒരു കാഴ്ച കണ്ട് ഹാൻസ് ഞെട്ടിത്തെറിച്ചു. ഒരു പാമ്പിന്റെ തല കടലിൽ നിന്ന് ഉയർന്നുവരുന്നു. തല മാത്രം അവരുടെ കപ്പലിനോളം വലുപ്പമുണ്ട്. ഭീമാകരമായ ആ ഡ്രാഗൺ പോലെ തോന്നിപ്പിക്കുന്ന പാമ്പ് അതിന്റെ വാൽ ചുഴറ്റി കടലിലേക്ക് തന്നെ ഇറങ്ങിപ്പോയി. ഇതായിരുന്നു ലേവിയത്താനെ കണ്ടതിനെ പറ്റിയുള്ള ആദ്യ വിവരണം. 1848 ഡാർഡാലുസ് എന്ന ബ്രിട്ടീഷ് നാവിക കപ്പൽ ഇതേപോലെ ഒരു കാഴ്ച കണ്ടുവെന്നും അവരുടെ ലോഗ് ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. ആരാണ് ലേവിയാത്താൻ? ക്രിസ്ത്യൻ നോർസ് മിഥോളജി പ്രകാരം സർവനാശത്തിന്റെ പ്രതിരൂപമാണ് ലേവിയാത്താൻ. ലോകാവസാന കാലത്ത് എല്ലാം നശിപ്പിക്കാനായി ദൈവം 2 പാമ്പുകളെ സൃഷ്ടിച്ചു. ഒന്നിനെ ദൈവം കൊന്നുകളയുകയും മറ്റൊന്നിനെ ഭൂമിയിൽ കടലിനടിയിലേക്ക് അയക്കുകയും ചെയ്തു. സമയമെടുക്കുമ്പോൾ തിരിച്ചുവരാൻ. ബഹിരാകാശത്തോളം പോലും മനുഷ്യന് ഭൂമിയുടെ അടിത്തട്ടിനെക്കുറിച്ച് അറിവില്ല. കടലിന്റെ താഴെവശത്തെക്കുറിച്ച് വെറും 5% താഴെ മാത്രമേ മനുഷ്യൻ മനസ്സിലായിട്ടുള്ളൂ. അതേപോലെ തന്നെ ജീവികളിൽ 1% മാത്രമേ മനുഷ്യൻ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. ഈ അടുത്ത ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി കടലിന്റെ അടിത്തട്ടിൽ നിന്ന് വിചിത്രമായ ജീവികൾ ഉപരിതലത്തിലേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു. എങ്ങനെയാണിവ മുകളിലേക്ക് വരുന്നത്? എന്താണ് കടലിനടിയിൽ സംഭവിക്കുന്നത്? ജപ്പാൻകാർ വിശ്വസിക്കുന്ന പോലെ ദുരന്തത്തിന്റെ സൂചനയാണോ? ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായാണോ? അതോ മഹാനാശത്തിനായി ലേവിയാത്താന്റെ വരവാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. ഫോളോ ഫോർ മോർ.